പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നേച്ചർ ലൈഫ് ടി വിയിലേക്ക് ഹാർദമായ സ്വാഗതം. നിങ്ങൾക്കും ഡോക്ടറാകാം, നിങ്ങളുടെ ഡോക്ടർ. കഴിഞ്ഞ ദിവസം എന്നെ കാണാനായിട്ട് 4 തൈക്കുട്ടപ്പന്മാർ വന്നു. അതിലൊരാളെ എനിക്ക് പരിചയമുണ്ട്. അപ്പം അയാൾ പറഞ്ഞു, സർ, ഫോണിൽ വിളിച്ച് അപ്പോയിൻമെൻ്റ് എല്ലാം എടുത്തു വന്നു. സർ, ഞങ്ങൾ സാറിൻ്റെ വഴിയിലാണ്, മരുന്നുകൾ ഉപയോഗിക്കരുത് എന്ന് ഞങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. സാറിൻ്റെ ഉപദേശമാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. സാറിൻ്റെ യൂട്യൂബുകളാണ് ഞങ്ങൾ ട്രെയിനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. കേരളത്തിൽ എല്ലായിടത്തും ഞങ്ങൾക്ക് ചെറുപ്പക്കാരുടെ ബാച്ചുകളുണ്ട്. സാറിനെ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വാവൊളിച്ചു. ഇത്രയും തൈക്കുട്ടപ്പന്മാരുടെ ജനറേഷൻ്റെ ഇത്രമാത്രം ശക്തമായ പിന്തുണയും പ്രചാരണവും ഒക്കെ എനിക്കും പ്രകൃതിക്കും കിട്ടുന്നുണ്ടോ? പ്രകൃതിക്ക് ഒരു എക്സിക്യൂട്ടീവ് ഓഫീസറുമില്ല, ഒരു ഫാക്ടറിയുമില്ല, ഒരു MBA-കാരനും പ്രകൃതിക്ക് വേണ്ടി പണിയെടുക്കുന്നില്ല. നമ്മുടെ നേച്ചർ ലൈഫിലെ മിസ്റ്റർ ഗ്ലാഡി ഒഴിച്ച് വേറെ ആരെങ്കിലും ഉള്ളതായിട്ട് എനിക്കറിയില്ല. കരിക്കിൻ്റെ മാർക്കറ്റിംഗ് ഓഫീസർ, തക്കാളിയുടെ മാർക്കറ്റിംഗ് ഓഫീസർ, ബദാമിൻ്റെ മാർക്കറ്റിംഗ് ഓഫീസർ, ഞാൻ ആരെയും എങ്ങനെ കണ്ടിട്ടില്ല. ഈ ചെറുപ്പക്കാർ പറഞ്ഞു, സർ, സാറാണ് ഞങ്ങളുടെ മാതൃക. ഇവരിങ്ങനെ ഭയങ്കരമായിട്ട് പുകഴ്ത്തുകയാണ്. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ പുറകെ എന്തോ കെണിയുണ്ട്. പറഞ്ഞു വന്നപ്പോൾ അവരൊരു ഫുഡ് സപ്ലിമെൻ്റ് കമ്പനിക്കാരാണ്. അവരുടെ ഫുഡ് സപ്ലിമെൻ്റ് കഴിച്ചാൽ കാലിൻ്റെ പെരുവിരൽ തുടങ്ങി തലമുടി വരെയുള്ള സകല രോഗങ്ങളും, പിന്നെ മനസ്സിൻ്റെ രോഗങ്ങളും, അടുത്ത ജന്മത്തിലുണ്ടാകാനിടയുള്ള രോഗം ഒക്കെ മാറിപ്പോവും. അവരുടെ ഈ ഫുഡ് സപ്ലിമെൻ്റ് കഴിച്ചിട്ട് അങ്ങനെയുണ്ടായി ഇങ്ങനെയുണ്ടായി. സാറ് കഴിക്കുന്ന ഭക്ഷണം മതിയാവില്ല, ആ ഭക്ഷണത്തിൽ ഇപ്പോൾ വേണ്ടത്ര പോഷകങ്ങളില്ല, മണ്ണിൽ പോഷകങ്ങളില്ല സാറ്, പിന്നെ രാസവളവും കീടനാശിനി ഇടുന്നത് കൊണ്ടൊക്കെ വലിയ പ്രയാസങ്ങളുണ്ട്. അതൊക്കെ പരിഹരിക്കാൻ ഫുഡിൻ്റെ കൂടെ ഞങ്ങളുടെ ഫുഡ് സപ്ലിമെൻ്റ് കൂടെ കഴിച്ചാൽ മതി. സാറിൻ്റെ ഹോസ്പിറ്റലിലുള്ള പേഷ്യൻസിനൊക്കെ ഒന്ന് കൊടുക്കണം. അതിൻ്റെ പിന്നിലുള്ള വരുമാനത്തിൻ്റെ കണക്കുകളൊന്നും അവർ പറഞ്ഞില്ല. ഏതായാലും ഞാൻ അവരോട് പറഞ്ഞു, ഐ എം സോ സോറി, ക്ഷമിക്കണം, എൻ്റെ രോഗികൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ളതൊന്നും ഞാൻ കൊടുക്കില്ല. രഹസ്യമായതൊന്നും പ്രകൃതി ജീവനത്തിലില്ല. അപ്പോൾ നിങ്ങളുടെ ഈ ഉൽപ്പന്നം ഞാൻ പരീക്ഷിക്കണമെങ്കിൽ അതിൻ്റെ കൃത്യമായ സുതാര്യമായ വിവരങ്ങൾ തരണം, ട്രാൻസ്പാരൻ്റ് ആയിരിക്കണം. അതുകൊണ്ട് എന്തൊക്കെയാണ് ഇതിലെ ഇൻഗ്രീഡിയൻസ്, എന്തെല്ലാമാണ് ഇതിലുള്ളത്, എങ്ങനെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്, അത് പറയാൻ പറ്റില്ല സാറേ, അത് കമ്പനിക്കാണ് അറിയാവുന്നത്. ഇന്നതൊക്കെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. അതുപോലല്ലോ ഈ ഫുഡ് സപ്ലിമെൻ്റ് എൻ്റെ രോഗിക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാൻ കഴിയണം, അവന് വീട്ടിലുണ്ടാക്കാൻ കഴിയണം, അവൾക്ക് വീട്ടിലുണ്ടാക്കാൻ കഴിയണം. ഞാൻ പ്രചരിപ്പിക്കുന്ന പ്രകൃതി ജീവനത്തിൻ്റെ പ്രകൃതി ചികിത്സയുടെ സൗന്ദര്യം ഇതാണ്. നിങ്ങൾക്ക് മനസ്സിലാവാത്തത്, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ കഴിയാത്തത് ഒന്നും ഉണ്ടാവരുത്. ഡോക്ടറുടെ സഹായമില്ലാതെ, നേച്ചർ ലൈഫിൻ്റെ സഹായമില്ലാതെ തന്നെ ഇത് തുടരാൻ, അടുത്ത രോഗം വരികയാണെങ്കിൽ അതിന് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ആളുകളെ പഠിപ്പിച്ചാണ് ഞാൻ വിടുന്നത്. നിങ്ങളുടെ ഈ ഫുഡ് സപ്ലിമെൻറ്റിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് കൂടാതെ അതിൻ്റെ ഫില്ലർ മെറ്റീരിയൽ എന്താണ്, അതിനുപയോഗിച്ചിരിക്കുന്ന കളർ എന്താണ്, അത് കെമിക്കലാണോ ഓർഗാനിക് കളറുകളാണോ? കണ്ടിട്ട് ഓർഗാനിക് കളറാണെന്ന് തോന്നണില്ലല്ലോ. അതിന് നൽകിയിരിക്കുന്ന സ്വീറ്റ്നേഴ്സ്, മാധുര്യം നൽകിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ക്യാൻസർ ഉണ്ടാക്കുന്ന അസ്പർട്ടമായിരിക്കില്ലേ?
ക്യാൻസർ ഉണ്ടാക്കുന്ന നിറങ്ങളല്ലേ അതിനുള്ളത്, കെമിക്കൽ കളറുകളല്ലേ ഉള്ളത്. അതിൻ്റെ ബൈൻഡിങ് മെറ്റീരിയൽ എന്താണ്? ഗുളികയായിട്ട് അങ്ങനെ ഇരിക്കണമല്ലോ, അടർന്നു പോവരുതല്ലോ, പൊടിഞ്ഞു പോവരുതല്ലോ, അതിൽ ബാക്ടീരിയൽ ഫംഗൽ ആക്ഷൻസ് വരരുതല്ലോ. അതിൻ്റെ എക്സിപ്പിയൻസ് എന്തൊക്കെയാണ്? ഇനാക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എന്നെല്ലാം നിങ്ങൾ വിളിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഇതൊന്നുമില്ലാതെ ഗുളികന്മാരുണ്ടാവില്ലല്ലോ. എന്തു പറഞ്ഞാലും നാണമില്ലായ്മയിൽ ഡിഗ്രി എടുത്തിട്ടുള്ള ആ വന്ന സുഹൃത്തുക്കൾ എന്നെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. മണി 12:30 രാവിലെ ഒരു കരിക്കും വെള്ളം അല്ലെങ്കിൽ ഒരു ജ്യൂസൊക്കെയാണ് ഞാൻ സാധാരണ കഴിക്കുക. 12-12:30 ആകുമ്പോൾ എനിക്ക് വിശക്കും. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, അവർ പറയുന്നത് ഇതിന് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല, ഇത് അമൃതാണ്, ദേവ ഉൽപ്പന്നമാണ്. എന്തായാലും ഞാൻ അവരോട് ചോദിച്ചു, ഭക്ഷണം കഴിച്ചോ നിങ്ങൾ? ഇല്ല സാർ, ഞങ്ങൾ കഴിച്ചിട്ടില്ല. നിങ്ങളുടെ സാധനം ഫുഡ് സപ്ലിമെൻ്റ് ആവശ്യത്തിനുണ്ടോ? ഉണ്ട് സാർ. വളരെ പ്രതീക്ഷയോടെ സൂട്ട് കേസ് എടുത്ത് തുറന്നു. എന്നാൽ ഒരു കാര്യം ചെയ്യും, ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ, ഇതൊന്ന് വയറ് നിറച്ച് തിന്ന് കാണിച്ചതാ, ഫുഡ് സപ്ലിമെൻ്റ് അല്ലേ. 4 പേര് ഞെട്ടി. അയ്യോ സാറേ, ഇത് വയറിറച്ച് തിന്നാൻ പാടില്ല, ഡോസ് ഉണ്ട്, കുറച്ചേ പാടുള്ളൂ. വിശക്കുമ്പോൾ വയറ് നിറച്ച് കഴിക്കാവുന്നതാണ് ഭക്ഷണം. വയറ് നിറയെ കഴിച്ചാൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കാത്തതും സുഖം തരുന്നതുമായിരിക്കണം ഭക്ഷണം. അപ്പോൾ കുറച്ചേ കഴിക്കാവൂ, കൂടുതൽ കഴിച്ചാൽ കുഴപ്പമാവൂ എന്ന് പറഞ്ഞാൽ അത് കുറച്ച് കഴിച്ചാൽ കുറച്ച് കുഴപ്പമുണ്ടാക്കും. അതുകൊണ്ട് സോറി എന്ന് പറഞ്ഞവരെ തിരിച്ചയക്കേണ്ടതായി വന്നു. ഫുഡ് സപ്ലിമെൻറ്റുകൾ വലിയൊരു ബിസിനസ്സായി മാറിയിരിക്കുകയാണ്. നിർഭാഗ്യവശാൽ പ്രകൃതി ചികിത്സ എന്ന പേരിൽ ഫുഡ് സപ്ലിമെൻറ്റുകൾ കൊടുക്കുന്ന രീതിയും വ്യാപകമായി വരുന്നുണ്ട്. വളരെ സങ്കടകരമാണ്. പിന്നെ അലോപ്പതി മരുന്നല്ലല്ലോ, അതിനിത്രയല്ലേ കുഴപ്പമുള്ളൂ എന്ന് കരുതിയാണ് ഞാൻ കൂടുതലൊന്നും പറയാത്തത്. പക്ഷേ ഇപ്പോൾ ഫുഡ് സപ്ലിമെൻറ്റുകളെ കുറിച്ച് നോക്കുമ്പോൾ അത് ഇംഗ്ലീഷ് മരുന്നുകൾ തന്നെയാണ്. ഇംഗ്ലീഷ് മരുന്നുകൾക്കുള്ള എല്ലാ ദോഷങ്ങളും ഈ ഫുഡ് സപ്ലിമെൻറ്റുകൾക്കും ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഫുഡ് സപ്ലിമെൻറ്റുകളെ ഡയറ്ററി സപ്ലിമെൻറ്റ്സ് എന്നുള്ള പേരിൽ ലഘൂകരിക്കുന്നുണ്ട്. ഭക്ഷണത്തോടൊപ്പം കഴിക്കാവുന്നതാണ്, ഭക്ഷണത്തിന് പകരം കഴിക്കാവുന്നതാണ്, ഭക്ഷണത്തിലെ കുറവുകളെ പരിഹരിച്ചു തരുന്നതാണ് എന്നെല്ലാമുള്ള രീതിയിലാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. ഇതെല്ലാം മുമ്പ് വൈറ്റമിൻ ഗുളികകൾ എന്നുള്ള പേരിൽ ഇറക്കിയിരുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. അവയുടെ ആപത്ത് കൂടുതൽ ജനങ്ങൾ തിരിച്ചറിഞ്ഞു വന്നപ്പോൾ, ഭക്ഷണത്തെക്കുറിച്ച് കൂടുതൽ ചിന്തകൾ ആളുകൾക്ക് വന്നപ്പോൾ, ഗുളികകളുടെ അപകടങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങിയപ്പോൾ പുതിയ തട്ടിപ്പുമായി ഇറങ്ങിയിരിക്കുകയാണ്. വൈറ്റമിൻസ്, മിനറൽസ്, ഹെർബ്സ്, അമിനോ ആസിഡ്സ്, എൻസൈംസ്, ഗ്ലൂക്കോസാമിൻ, പ്രോബയോട്ടിക്സ്, ഫിഷ് ഓയിൽസ്, സീവീഡ്സ്, ഇങ്ങനെ പലതരത്തിലുള്ള പേരുകളിൽ പല തരങ്ങളിൽ ഫുഡ് സപ്ലിമെൻറ്റുകൾ, ഡയറ്ററി സപ്ലിമെൻറ്റ്സ് നാട്ടിൽ സുലഭമായിരിക്കുന്നു. ഗുളിക രൂപത്തിൽ, ടാബ്ലറ്റുകളായിട്ട്, ക്യാപ്സ്യൂളായിട്ട്, ഗുമ്മീസ്, പൗഡർ ഫോമിൽ, പാനീയമായിട്ട്, എനർജി ബാറുകളായിട്ട്, അങ്ങനെ പല രീതികളിലാണ് ഡയറ്ററി സപ്ലിമെൻറ്റ്സ്, ഫുഡ് സപ്ലിമെൻറ്റ്സ് ഇന്ന് വമ്പിച്ച ബിസിനസ്സായിട്ട്. കാശുണ്ടാക്കണമെങ്കിൽ വളരെ നല്ല പരിപാടിയാണ്. പ്രത്യേകിച്ച് ലൈസൻസ് ഒന്നും ഇത് വിൽക്കാൻ ആവശ്യമില്ല. ഗംഭീരമായിട്ട് പണം ഉണ്ടാക്കാം. വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്, വൈറ്റമിൻ B12, അത് സസ്യാഹാരികൾക്ക് വൈറ്റമിൻ B12 ഉണ്ടാവില്ല. വീഗനാണെങ്കിൽ പ്രത്യേകിച്ച് വെയിൽ കൊള്ളാത്തത് കൊണ്ട് വൈറ്റമിൻ ഡി കുറയും. കാൽഷ്യത്തിൻ്റെ സപ്ലിമെൻറ്റ്,
ഇരുമ്പിൻ്റെ സപ്ലിമെൻ്റ്, ഇങ്ങനെ 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 എത്രയോ തരത്തിലുള്ള സൂത്രപ്പണികളാണ് നിങ്ങളെ ഒന്ന് നന്നാക്കി തരാൻ വേണ്ടിയിട്ട് കച്ചവടക്കാരുടെ കയ്യിലുള്ളത്. ഇതിൽ ചിലതൊക്കെ ചെമ്മീനിൻ്റെയും കൊഞ്ചിൻ്റെയും പുറന്തോട് കൊണ്ടുണ്ടാക്കുന്നതാണ്, ഞണ്ടിൻ്റെ പുറന്തോട് പൊടിച്ചുണ്ടാക്കുന്നതാണ്. സസ്യാഹാരികൾ സസ്യാഹാരമാണെന്നൊക്കെ കരുതി കഴിക്കും. എന്താണ് ഈ സപ്ലിമെൻറ്റുകൾ? അവ എന്താണ് നമുക്ക് നൽകുന്നത്? നല്ലത് എന്നതുപോലെ തന്നെ ചീത്തയായിട്ട് എന്താണുള്ളത്? എന്തുകൊണ്ട് ഈ സപ്ലിമെൻറ്റുകളെ അകറ്റി നിർത്തി ശരിയായ ഫുഡിലേക്ക് വരണം? ശരിയായ ഭക്ഷണപാനീയങ്ങൾക്ക് പകരം ഈ സപ്ലിമെൻറ്റുകളുടെ കച്ചവടത്തിൻ്റെ പിന്നാലെ പോയാൽ മതിയാകുമോ? വളരെ സ്ട്രോങ് ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഫലം കാണിച്ചു തരുന്നവയാണ്. അത് വൈറ്റമിൻ ഡി ഗുളികയായാലും B12 ആയാലും അയേൺ ആയാലും മറ്റു തരത്തിലുള്ള ഡയറ്ററി സപ്ലിമെൻറ്റുകളായാലും അത് വളരെ ശക്തമായ പ്രവർത്തനം ശരീരത്തിൽ നടത്തുന്നു, സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റു തരത്തിലുള്ള പ്രവർത്തനങ്ങളെ തടയാനും ദോഷഫലങ്ങൾ കൂടുതൽ ഉണ്ടാക്കാനും ഇടയുണ്ട്. ശരീരത്തിലെ കോശങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ താളം തെറ്റിക്കുകയും അതിനെ മറികടക്കുകയും ചെയ്യുന്ന ഏത് പ്രയോഗവും ശരീരത്തിന് ഭാവിയിൽ തകരാറുകൾ ഉണ്ടാക്കും. പെട്ടെന്നൊരു മാറ്റം, പെട്ടെന്നൊരു ഇമ്പ്രൂവ്മെൻറ്റ്, പെട്ടെന്നൊരു സുഖം ഒക്കെ നൽകും. പക്ഷേ പിന്നീട് കൂടുതൽ അപകടത്തിലേക്ക് വരുത്തും. ഉദാഹരണത്തിന്, നിങ്ങൾ ചായ കുടിച്ചാൽ നിങ്ങൾക്ക് എനർജി കിട്ടും. പക്ഷെ അത് ചായ തരുന്ന എനർജി അല്ല എന്ന് തിരിച്ചറിയണമെങ്കിൽ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾ തിരിച്ചറിയണം. ചായയിൽ എനർജി ഇരിപ്പുണ്ടെങ്കിൽ നമ്മുടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ക്ഷീണിച്ച് തളർന്ന അബോധാവസ്ഥയിലേക്ക് മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന 99 വയസ്സുള്ള അപ്പൂപ്പൻ്റെ വായിലേക്ക് ഒരു കുനിൽ വെച്ചിട്ട് 1.5 ലിറ്റർ ചായ ഒഴിച്ചു കൊടുത്താൽ ആ ചായയിലെ എനർജി എല്ലാം കിട്ടിയിട്ട് അപ്പൂപ്പൻ എണീറ്റ് റോക്ക് ആൻഡ് റോള് കളിക്കണം. നടക്കില്ല. ചായയിലോ കാപ്പിയിലോ ശക്തിയിരിപ്പില്ല, ഊർജമിരിപ്പില്ല. പിന്നെ ഇത് കുടിക്കുമ്പോൾ ഊർജം കിട്ടുന്നതോ അതാണ് നമ്മളെ ചതിക്കുന്ന ഊർജം. ഫുഡ് സപ്ലിമെൻറ്റുകളും ഈ ചതി ചെയ്യുന്നുണ്ട്. ചാരായം കുടിച്ചാൽ ചായയേക്കാൾ കൂടുതൽ ശക്തി കിട്ടുകയാണ്. തളർന്ന് ക്ഷീണിച്ച് വിശ്രമിക്കാനിരിക്കുന്ന അവയവങ്ങളുള്ള ശരീരത്തിലേക്ക് ചായയോ ചാരായമോ ചെല്ലുമ്പോൾ ഫയർ എഞ്ചിൻ്റെ മരണമണി മുഴങ്ങുന്നു. വിശ്രമിക്കല്ലേ, ദാ വിഷം വന്നിരിക്കുന്നു, ഉടനെ ഉണർന്നിതിനെ നിർവീര്യമാക്കുകയോ പുറന്തള്ളുകയോ ചെയ്യണം. അപ്പോഴാണ് ഈ ഉന്മേഷം തോന്നുന്നത്. പണിയെടുത്ത് തളർന്ന് കാള കിടന്നു, ഒരടി കൊടുത്തു, കാള എണീറ്റ് പണിയെടുക്കാൻ തുടങ്ങി. അങ്ങനെ പല പ്രാവശ്യം കാള ക്ഷീണിച്ച് കിടന്നു, അടിച്ചു, എണീറ്റ് പണിയെടുത്തു, പിന്നെ ഒരു വീഴ്ച വീണു, അടിച്ചിട്ടും കാളയ്ക്ക് എണീക്കാൻ പറ്റണില്ല, അത് ദയനീയമായിട്ട് കരയുന്നു. അപ്പോൾ വാലെ പിടിച്ചൊരു കടി അങ്ങോട്ട് കടിക്കും. മുക്കറയിട്ട് ചാടിയാണ് കാള പിന്നെയും പണിയെടുക്കുന്നത്. അങ്ങനെ 1, 2, 3 പ്രാവശ്യം കാള എണീക്കും, പിന്നെ കാള വീഴും, പിന്നെ വാല് മുറിച്ചാലും കാള എണീക്കില്ല. ആ ഒരവസ്ഥയിലേക്കാണ് ക്ഷീണിച്ചിരിക്കുമ്പോൾ എനർജൈസ് ചെയ്യാനുള്ള തരത്തിൽ പാനീയങ്ങൾ ഉപയോഗിച്ച് വളരെ കൃത്രിമമായ ഒരു ഫലം ശരീരത്തിലുണ്ടാക്കുന്നത്. വിശ്രമത്തിലൂടെ ശക്തിപ്പെടുകയും വിശ്രമത്തിലൂടെ തിരുത്തപ്പെടുകയും ചെയ്യുന്ന, യഥാർത്ഥ പോഷകങ്ങൾ കിട്ടിയാൽ ശക്തിപ്പെടുന്ന, വിശ്രമത്തിൽ ആ പോഷകങ്ങളെ ഉപയോഗിച്ച് ശരീരത്തെ സ്വയം നിർമ്മിക്കുന്ന, അവയവങ്ങളുടെ കേടുപാടുകൾ തീർക്കുന്ന, കോശങ്ങളുടെ കേടുപാടുകൾ തീർക്കുന്ന ഒരു മഹാപ്രവർത്തന സംവിധാനമാണ്, ജൈവ സംവിധാനമാണ് മനുഷ്യ ശരീരമെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ ഫുഡ് സപ്ലിമെൻറ്റുകളുടെ പുറകെ പോകുകയല്ല വേണ്ടത് എന്ന് തിരിച്ചറിയാൻ സാധിക്കുക. ഫുഡ് സപ്ലിമെൻറ്റുകൾ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1, നിങ്ങൾ ഇന്ന് ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള ഭക്ഷണപാനീയങ്ങളിലും പലതരത്തിലുള്ള വൈറ്റമിനുകളും മിനറലുകളും എൻസൈമുകളും ഒക്കെ ചേർത്തിട്ടുണ്ട്. എന്തിന് നിങ്ങൾ കഴിക്കുന്ന ബ്രോയിലർ കോഴിയിലും
ബ്രോയിലർ ആടിലും ഫാം ഫിഷിലും പലതരത്തിലുള്ള ആൻറ്റിബയോട്ടിക്കുകളും ഹോർമോണുകളും എൻസൈമുകളും എല്ലാം ചേർത്തിട്ടുണ്ട്. ഇത് ഓർക്കാതെയാണ്, അറിയാതെയാണ് നിങ്ങൾ പലപ്പോഴും ഫുഡ് സപ്ലിമെൻറ്റുകൾ കൂടെ കഴിക്കുക. അതോടെ ഫുഡ് സപ്ലിമെൻറ്റിലെ ഘടകങ്ങൾ അധികമായി നിങ്ങളുടെ ശരീരത്തിൽ വന്നാൽ അത് സിങ്ക് ആയാലും അയേൺ ആയാലും വൈറ്റമിൻ ഡി ആയാലും കാൽഷ്യം ആയാലും നിങ്ങളുടെ ശരീരത്തെ അത് താറുമാറാക്കും, നിങ്ങളെ രോഗിയാക്കും, നിങ്ങളെ ഒരുപക്ഷെ മരണത്തിലേക്ക് വരെ നയിക്കുന്ന പ്രയാസങ്ങൾ ഉണ്ടാക്കും എന്നുള്ള കാര്യം അടിവരയിട്ട് ആദ്യമേ മനസ്സിലാക്കുക. നിങ്ങളൊരു ഫുഡ് സപ്ലിമെൻ്റ് കഴിച്ച് നിർഭാഗ്യവശാൽ ഒരു അപകടത്തിൽപ്പെടുകയോ അല്ല എങ്കിൽ ഒരു സർജറി വേണ്ടി വരികയോ ചെയ്യുകയാണെങ്കിൽ ബ്ലീഡിങ് വളരെ കൂടാനുള്ള സാധ്യതയുണ്ട്. അനസ്തേഷ്യയോടുള്ള നിങ്ങളുടെ പ്രതികരണത്തിൽ താളപ്പിഴ വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അനസ്തേഷ്യയിൽ നിന്ന് ഉണരുന്നില്ല എന്നും വരാം. നിങ്ങൾ മറ്റെന്തെങ്കിലും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, മറ്റേതെങ്കിലും രോഗത്തിനുള്ള മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ആ മരുന്നുകളുമായും നിങ്ങളെടുക്കുന്ന രോഗം വരാതിരിക്കാനുള്ള വാക്പാപവുമായും പ്രതികരിച്ച് പ്രതിപ്രവർത്തനത്തിലേർപ്പെട്ട് അപകടങ്ങൾ ഉണ്ടാക്കിയെന്ന് വരാം. അത് ചില മരുന്നുകളെ നിർവീര്യമാക്കുന്നത് തുടങ്ങി ചിലതിൻ്റെ അപകടങ്ങളെ വളരെ കൂട്ടുന്ന രീതിയിലാവാം. നിങ്ങൾ കഴിക്കുന്ന നല്ല ഭക്ഷണവുമായിട്ടും ഇത് ഇൻ്ററാക്ട് ചെയ്യാം. നിങ്ങളെടുക്കുന്ന ലാബ് ടെസ്റ്റുകളുമായിട്ടും ഇൻ്ററാക്ഷൻ വരാം. തെറ്റായ ലാബ് റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരാം. വൈറ്റമിൻ കെ അല്ലെങ്കിൽ വൈറ്റമിൻ കെ അടങ്ങിയ ഒരു സപ്ലിമെൻ്റ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ രക്തം നേർക്കാൻ വേണ്ടി കഴിക്കുന്ന വാർഫാരിൻ എന്ന മരുന്നിൻ്റെ പ്രവർത്തനത്തെ അത് തടയുന്നു. വാർഫാരിൻ ഒരു എലിവിഷമാണ്, രണ്ടിനും ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്, മരുന്നായിട്ട് എലിവിഷമായിട്ട് എന്നുള്ളത് ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ. യൂറോപ്പിൽ നിന്നുള്ള ഒരു അത്ഭുത ഇലയുണ്ട്, ചെടിയുണ്ട്, സെൻറ്റ് ജോൺസ് വോർട്ട് എന്നാണ് പറയുക. അത് നമ്മുടെ വിശുദ്ധൻ്റേതല്ലേ, അപ്പോൾ നന്നായിരിക്കും, നല്ല മാർക്കറ്റാണ്, നല്ല കച്ചവടമാണ്. അത് പല മരുന്നുകളുടെയും വിഘടനത്തിൻ്റെ വേഗത കൂട്ടും, ബ്രേക്ക് ഡൗണ് ആ ഒരു പ്രോസസ്സിൻ്റെ വേഗത കൂട്ടും. ആൻറ്റി ഡിപ്രസൻറ്റുകൾ, ഗർഭനിരോധന ഗുളികകൾ രണ്ടും ക്യാൻസർ ഉണ്ടാക്കും. ഹൃദ്രോഗത്തിന് കഴിക്കുന്ന മരുന്നുകൾ, ട്രാൻസ്പ്ലാന്റേഷനൊക്കെ നടത്തിയതിന് ശേഷമുള്ള മരുന്നുകൾ, HIV മരുന്നുകൾ, ഇങ്ങനെയുള്ള പല മരുന്നുകളുടെയും പ്രവർത്തനത്തിൽ ഇടപെടുന്നതാണ് ഈ പുണ്യപ്പെട്ട സെൻറ്റ് ജോൺസ് വോർട്ട്. ഏറ്റവും കൂടുതലായി ആളുകൾ ആശ്രയിക്കുന്നത് കാൽഷ്യം സപ്ലിമെൻറ്റ്. എല്ലാവരെയും പഠിപ്പിച്ചിട്ടുണ്ട്, ശാസ്ത്രീയമായി പഠിപ്പിച്ചിരിക്കുകയാണ്. വിദ്യാസമ്പന്നർക്ക് എല്ലാവർക്കും അറിയാം കാൽഷ്യമാണ് പല്ലിൻ്റെയും എല്ലിൻ്റെയും എല്ലാം ബലം. അതുകൊണ്ട് കാൽഷ്യം സപ്ലിമെൻറ്റിന് വലിയ ഡിമാൻഡാണ്. ആ കാൽഷ്യത്തിൻ്റെ മാത്രം പ്രത്യേകതകൾ, ആ കാൽഷ്യം സപ്ലിമെൻറ്റിൻ്റെ മാത്രം ഗുണവും ദോഷവും ഞാനൊന്ന് പറയാം. ബാക്കിയുള്ളതിന് ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയാണ് കാര്യങ്ങളെന്ന് പറയുമ്പോൾ മനസ്സിലാവുമല്ലോ. എല്ലിൻ്റെയും പല്ലിൻ്റെയും ബലം അത് നിലനിർത്തുന്നതോടൊപ്പം രക്തം കട്ടയാകുന്നതിനെ തടയുക എന്നുള്ളൊരു ഗുണം കൂടെ ഈ കാൽഷ്യത്തിനുണ്ട്, അതിൻ്റെ ധർമ്മത്തിലുണ്ട്. നമ്മുടെ മസിലുകളെ വികസിക്കാനും ചുരുങ്ങാനും ഒക്കെ സഹായിക്കുന്ന പ്രവർത്തനത്തിൽ കാൽഷ്യത്തിന് പങ്കുണ്ട്. ഹൃദയമിടിപ്പിനെ ക്രമീകരിക്കാൻ, നോർമലായിട്ട് നിലനിർത്താൻ, നാഡീഞരമ്പുകളുടെ പ്രവർത്തനത്തെ സഹായിക്കാൻ, അങ്ങനെ പലതരത്തിലുള്ള ധർമ്മങ്ങളാണ് കാൽഷ്യത്തിന് നമ്മുടെ ശരീരത്തിൽ ചെയ്യാനുള്ളത്. നമ്മൾ കഴിക്കുന്ന ഇലക്കറികളിൽ നിന്ന്, അതേപോലെ സ്റ്റാർച്ചി വെജിറ്റബിൾസ് ഉണ്ട്, ഉരുളക്കിഴങ്ങ്, മധുരക്കിഴങ്ങ്, ഗ്രീൻ പീസ്, ബീറ്റ്റൂട്ട്, കാരറ്റ് തുടങ്ങിയ സ്റ്റാർച്ചി വെജിറ്റബിളിൽ കാൽഷ്യം ഉണ്ട്. ബീൻസിലുണ്ട്, നിരവധി പഴവർഗ്ഗങ്ങളിലുണ്ട്. ഒരു കപ്പ് തേങ്ങാവെള്ളത്തിൽ, കരിക്കിൻ വെള്ളത്തിൽ 19.2 മില്ലിഗ്രാം കാൽഷ്യം ഉണ്ട്. ബദാം തുടങ്ങിയ അണ്ടിപ്പരിപ്പ് വർഗ്ഗങ്ങളിലുണ്ട്. യഥാർത്ഥത്തിൽ നമുക്ക് കാൽഷ്യം കിട്ടേണ്ടത് നമ്മൾ കുടിക്കുന്ന പച്ച വെള്ളത്തിൽ നിന്നാണ്. മിനറൽ വാട്ടറിൽ അത് വൃക്ക തകർക്കുന്ന സാധനമാണ്. റിവേഴ്സ് ഓസ്മോസിലെ വെള്ളം ഇതൊക്കെ നീക്കം ചെയ്ത വെള്ളമാണ്.
പച്ചവെള്ളം കുടിക്കുന്നവർ, വെള്ളം തന്നെ കുടിക്കുന്നവർ ഇപ്പം അപൂർവമാണ്. കോളകൂടം കുടിക്കുന്നവരാണ് കൂടുതൽ, സോഡ കുടിക്കുന്നവരാണ് കൂടുതൽ. ഇനി പ്രകൃതിദത്തമായി വിവേകപൂർവം ആഹാരപാനീയങ്ങളെ സമീപിച്ച് നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന കാൽഷ്യം, പക്ഷേ ശരീരത്തിനത് സ്വീകരിക്കണമെങ്കിൽ വൈറ്റമിൻ ഡി ഉണ്ടാവണം. ആ വൈറ്റമിൻ ഡി സൂര്യപ്രകാശത്തിൽ നിന്ന് വരേണ്ടതാണ്, വെയിൽ കൊണ്ടുണ്ടാവേണ്ടതാണ്. നമ്മുടെ സോളാർ പാനലുകൾ സൂര്യനിൽ നിന്ന് വൈറ്റമിൻ ഡി എടുത്തു കൊടുത്താൽ, വൈറ്റമിൻ ഡി പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമാണ് കാൽഷ്യം നമുക്കെടുക്കാൻ സാധിക്കുക. അത് പലപ്പോഴും അവർ മറച്ചു വയ്ക്കും. ഇപ്പോൾ വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻ്റ് അതിൻ്റെ കച്ചവടം കൂടുന്നുണ്ട്. താൽക്കാലികമായി സൂത്രപ്പണികൾ കൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, അത് നിലനിൽക്കില്ല. അതിന് പുറകെ അപകടങ്ങൾ പലതുണ്ടാകും. എന്തെല്ലാമാണ് കാൽഷ്യം ഫുഡ് സപ്ലിമെന്റുകൾ എടുത്താലുള്ള ദോഷഫലങ്ങൾ എന്ന് നമുക്ക് നോക്കാം. മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക്, മരണത്തിലേക്ക് നയിക്കുന്ന ഹാർട്ട് അറ്റാക്ക്. മലബന്ധം, കോളോറെക്ടൽ നിയോപ്ലാസംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലാശയത്തിലോ മലദ്വാരത്തിൻ്റെ ആ ഭാഗത്ത് രക്തത്തിലോ രണ്ടിടത്തും കൂടിയിട്ടോ ട്യൂമറുകൾ ഉണ്ടാകുക, ക്യാൻസർ ഉണ്ടാകുക. നാച്ചുറലായിട്ട് ഭക്ഷണപാനീയങ്ങളിലൂടെ കിട്ടേണ്ട, പച്ചവെള്ളം കുടിച്ചാൽ കിട്ടേണ്ട കാൽഷ്യത്തിന് കാൽഷ്യം സപ്ലിമെന്റ്സ്, ഫുഡ് സപ്ലിമെന്റ്സ്, ഡയറ്ററി സപ്ലിമെന്റ്സ് അന്വേഷിച്ചു പോകുമ്പോൾ വാതിൽ തുറക്കുന്നത് ഇനിയും നിരവധിയായ തകരാറുകളിലേക്കാണ്. ക്യാൻസറിലേക്ക് മാത്രമല്ല, കിഡ്നി സ്റ്റോൺസ്, അത് കിഡ്നിയിൽ മാത്രമാണ് പഠനങ്ങളിൽ കാണുന്നത്. അത് ബൈലിലും പാൻക്രിയാസിലും ഒക്കെ സ്റ്റോണുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഓസ്റ്റിയോപൊറോസിസ്, കാൽഷ്യം സപ്ലിമെൻ്റ് എന്നാൽ അസ്ഥി തേയ്മാനത്തിൻ്റെ പ്രയാസങ്ങളെല്ലാം മാറുമെന്നായിരുന്നു ഇതുവരെയുള്ള ധാരണ. പക്ഷേ അത് കൂട്ടുകയാണ്. അസ്ഥി ഒടിയാനുള്ള, ദുർബലമാകാനുള്ള സാധ്യതയാണ് കാൽഷ്യം ഗുളികകൾ, കാൽഷ്യം സപ്ലിമെൻ്റ് എടുത്താൽ ഉണ്ടാകുന്നത്, ഫുഡ് സപ്ലിമെൻ്റ് എടുത്താൽ ഉണ്ടാകുന്നത് എന്നാണ് പഠനങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. കാർഡിയോ വാസ്കുലാർ ഡിസീസ്, പലതരത്തിലുള്ള ഹൃദ്രോഗങ്ങൾ വരാം. ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഡിസീസ്, കുടലുകളുമായി ദഹനേന്ദ്രിയവുമായി ബന്ധപ്പെട്ട് മലബന്ധം, ഡയറിയ, IBS, മറ്റു പല രോഗങ്ങളുമുള്ളവരിൽ നിങ്ങൾ കഴിക്കുന്ന ഫുഡ് സപ്ലിമെൻറ്റ്സ്, പ്രത്യേകിച്ച് കാൽഷ്യം സപ്ലിമെൻ്റ് ആ രോഗങ്ങളെയെല്ലാം കൂട്ടും. കണ്ണിനുണ്ടാകുന്ന മാക്കുലാർ ഡീജനറേഷൻ ഉണ്ട്, അത് പ്രായവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അതൊന്ന് കൂട്ടും. മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്ന തകരാറുണ്ടാക്കും. എന്താണ് മെറ്റബോളിക് സിൻഡ്രോം? BP, ബ്ലഡ് പ്രഷർ കൂട്ടുക, പ്രമേഹം, ഷുഗർ കുതിച്ചുയരുക, ശരീരത്തിൽ അധികമായി കൊഴുപ്പ് കെട്ടുക, കൊളസ്ട്രോളിൻ്റെ നില കൂടുക, ഹാർട്ട് അറ്റാക്കിൻ്റെയും സ്ട്രോക്കിൻ്റെയും സാധ്യത കൂട്ടുക. ഇങ്ങനെയൊരു കൂട്ടം തകരാറുകളെയാണ് മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫുഡ് സപ്ലിമെൻറ്റുകൾ, ഫുഡ് അല്ലെങ്കിൽ ഡയറ്ററി സപ്ലിമെൻ്റ്, അത് ഡയറ്റുമായി ബന്ധപ്പെട്ടതാണെന്ന് ലഘൂകരിച്ച് അപകടമില്ല എന്ന് നിങ്ങളോട് പറയുന്ന, അങ്ങനെ നിങ്ങളെ കൊണ്ട് തോന്നിപ്പിക്കുന്ന, നിരുപദ്രവകാരികളാണ്, ഭക്ഷണത്തിൻ്റെതല്ലേ എന്ന് തോന്നിപ്പിക്കുന്ന ആ കെണിയിൽ വീഴരുത്. ഫുഡ് കഴിക്കുക. ഫുഡല്ലാത്തതൊന്നും, ഡ്രിങ്ക് അല്ലാത്ത, പാനീയങ്ങളല്ലാത്തതൊന്നും നിങ്ങളുടെ ഉള്ളിലേക്ക് പോകരുത്. മൂക്കിലൂടെ വായുവും വായിലൂടെ ഭക്ഷണവും പാനീയവും മാത്രമേ അകത്തേക്ക് പോകാവൂ. യാതൊരു തരത്തിലുള്ള മരുന്നുകളും വാക്പാപങ്ങളും ഫുഡല്ലാത്ത ഫുഡ് സപ്ലിമെൻറ്റുകളും ഡയറ്ററി സപ്ലിമെൻറ്റുകളും വൈറ്റമിനുകളും ടോണിക്കുകളും ഒന്നും തന്നെ ശരീരത്തിലേക്ക് വീഴരുത്. കഴിയുന്നത്ര ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ എഴുതണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ താല്പര്യമൊന്നറിയിക്കണം. ഇതുപോലുള്ള വീഡിയോകൾ കൂടുതൽ ചെയ്യാനായിട്ട് നിങ്ങളുടെ പ്രതികരണങ്ങൾ കൂടെ അറിയണമെന്ന് ആഗ്രഹമുണ്ട്.
നേച്ചർ ലൈഫ് ടി വിയും ഹീലിംഗ് ഫുഡ്സ് ടി വിയും നേച്ചർ ലൈഫ് കുട്ടി ടി വിയും ഡോക്ടർ സന്ധ്യ നേച്ചർ ലൈഫും ഗാന്ധി പീസ് ടി വിയും നമ്മുടെ ചാനലുകളാണ്. അവ കൂടി ഒന്ന് കാണണം. നന്ദി, നമസ്കാരം.